ഹലോ ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ഉപ്പയും കൂടി കുറ്റിപ്പുറം ഒന്ന് പോകണം. കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ അസ്മി ഉണ്ട് തന്നെ, അസ്മിൻ്റെ അവനെയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ച് ആക്രി പിക്രി പാത്രങ്ങളുണ്ട് കേടുന്ന. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വേറെ സാധനങ്ങളൊക്കെ എടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറ്റിപ്പുറം പോകണം കേട്ടോ. പിന്നെ അതാ നടക്കും. അസ്മി കുട്ടനോട് നടക്കണമെന്ന് പറഞ്ഞാൽ പോകാൻ പറന്നിട്ടാട്ടോ പോകുന്നത്. ഇപ്പോൾ കിട്ടിയതാണ്. ആളോട് നടക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഓടിയിട്ട് ഇത് എവിടുന്നാണ് കിട്ടിയതാവട്ടെ. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ ഇത് എൻ്റെ കയ്യിലുള്ളത് വേസ്റ്റ് പാത്രങ്ങളാണ്. അപ്പോൾ അസ്മി പറഞ്ഞ് ഞാനും സഹായിക്കാൻ. പിന്നെ അതാ ഉപ്പാൻ്റെ അടുത്തും എന്തൊക്കെയുണ്ട് കൊടുക്കാൻ. ഞങ്ങൾ രാവിലെ കുറ്റിപ്പുറം പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഉപ്പാക്ക് ജോലി ഉണ്ട്. അപ്പോൾ പിന്നെ ഈവനിങ് സമയത്താണ് ഞങ്ങൾ പോണത്. അങ്ങനെ പിന്നെ ഉപ്പാനൊക്കെ കൂട്ടി ഇതാ ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ്. ഈ പച്ചപ്പ് കാണുമ്പോൾ എന്തൊരു രസമല്ലേ. അതിന് ഞങ്ങൾ പിന്നെ ആദ്യം ഉപ്പാൻ്റെ കടയിൽ പോകണം. ഇതാ ഞങ്ങൾ ഉപ്പാൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ആക്രി വിക്രി സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്തിട്ട് വേണമെങ്കിൽ കുറ്റിപ്പുറം പോകണം കേട്ടോ. ഇതിപ്പോൾ ഉപ്പാൻ്റെ ഫർണിച്ചർ കടയാണ്. അങ്ങനെ എടുത്തു. ഇനി ഞങ്ങളിതാ കുറ്റിപ്പുറം പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലുണ്ട്, ഇന്ന് മഴ ഒന്നുമില്ല. പിന്നെ അതാ സന്ധ്യ നേരത്തുള്ള വെയിലിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ പാലത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കില്ലേ. ചില സ്ഥലത്തൊക്കെ ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അല്ല ഞങ്ങളിതാ കുറ്റിപ്പുറം ടൗണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഉപ്പാക്ക് ഇവിടെ കയറണം എന്ന് പറഞ്ഞു. ഇത് മറ്റേ എന്താ പറയുക, അടക്ക തേങ്ങ അതൊക്കെ കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഉപ്പാക്ക് ഇവിടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി പിന്നെ അവരോട് എന്തോ സംസാരിക്കാൻ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇനി പോകാനുള്ളത് എന്താ പറയുക, നമ്മൾ കുറ്റിപ്പുറം സ്കൂളിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഈ പാത്രങ്ങൾ കൊടുക്കേണ്ടത്. ആകാത്ത പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പാത്രങ്ങൾ കിട്ടും. അപ്പോൾ അതാ ഞങ്ങൾ ബസ്സിൻ്റെ ഇവിടേക്ക് വന്നപ്പോൾ അസ്മി ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് മാനങ്ങാട്ടിക്കാരെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ കടയിലെത്തിയിട്ടുണ്ട്. ഗ്രീൻ ചീഫ് എന്ന് പറഞ്ഞ കടയിലാണ്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ സാധനം കൊടുത്താൽ അവിടുന്ന് തന്നെ പാത്രങ്ങൾ എടുക്കാം കേട്ടോ. അപ്പോൾ തൂക്കത്തിനനുസരിച്ചാണ് അവർ പാത്രങ്ങളൊക്കെ തരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അകത്തേക്ക് കയറി. എന്ത് രസമല്ലേ. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും എല്ലാ കോസ്മെറ്റിക്സും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. പിന്നെ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആക്കി വിറ്റ സാധനങ്ങൾ കിട്ടുക. അപ്പം ഇനി അത് തൂക്കത്തിനനുസരിച്ചാണ് നമുക്ക് സാധനം തരിക. ചിലപ്പോൾ ആ പൈസക്കുള്ളത് നമുക്ക് എടുക്കാം, അതിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചോറ് വെക്കാനുള്ളൊരു കലം വേണം. പിന്നെ ഉമ്മ പറഞ്ഞ് പാത്രം വേണം, ഉമ്മക്ക് ചോറ് കഴിക്കാനുള്ള പാത്രം വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. അപ്പോൾ ഉമ്മ ഒരു മോഡൽ പറഞ്ഞിരുന്നു കേട്ടോ, എങ്ങനത്തെ പാത്രമാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ തിരയുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നത്. നല്ല രസമില്ലേ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ നല്ലൊരു ഭംഗി കാണാൻ. അതിനിടയിൽ അസ്മി ഓടി കളിക്കുന്നുണ്ട്. പിന്നെ പാത്രത്തിൽ ഇങ്ങനെ മുട്ടി കളിക്കുന്നുണ്ട്. അന്നതാ ഞാൻ തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടാ പാത്രം കിട്ടിയതാ. ഇതാണ് ഉമ്മ പറഞ്ഞിരുന്ന പാത്രം. ഉമ്മ ഒരുപാട് കാലം ഇങ്ങനത്തെ പാത്രം വേണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താ അറിയില്ല, ആളുടെ ആഗ്രഹം വെച്ചിട്ട് അപ്പോൾ അതും വാങ്ങി. പിന്നെ ചോറ് വെക്കാനുള്ള കലം അതും കുറച്ച് ഒരു മീഡിയം സൈസിലുള്ളതാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ അതും വാങ്ങി തിരഞ്ഞെടുത്തിട്ടോ. എല്ലാതും തൂക്കത്തിനാണ് ഇവിടെ കൊടുക്കാറ്. ഇവിടെ നല്ല ഒരുവിധം സ്ഥലത്തൊക്കെ ഇങ്ങനെ തൂക്കത്തിന് തന്നെ കൊടുക്കാറ് കേട്ടോ. എന്നിട്ടാ ഞങ്ങൾ പിന്നെ പാത്രമൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങൽ കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അസ്മി കുട്ടെങ്കിൽ ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വാങ്ങാൻ വേണ്ടി പോകട്ടോ. അതിനുള്ള തുള്ളിച്ചാട്ടക്കാണ്. ഇത് എവിടെ അറിയില്ല കേട്ടോ ഈ ചാട്ടൊക്കെ. ഒരു ഫ്രൂട്ടി ലിച്ചി പോരെ, ഫ്രൂട്ടില്ല അത്ര. വാങ്ങടാ. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ടൊക്കെ വാങ്ങി ഞങ്ങൾ സീനത്തിൽ കയറിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ടേബിളും ഇടാൻ വേണ്ടിയിട്ടൊരു ഷീറ്റ് വാങ്ങണം. പിന്നെ ഒരു വാൾപേപ്പറും വാങ്ങാനുണ്ട്. അപ്പോൾ അത് രണ്ടും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല മോഡലൊക്കെ അതങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിയത്. ടേബിളും ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ്. ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഡിസൈനൊക്കെ ഉള്ളതാണ്. അതിന് പിന്നെ വാൾപേപ്പർ ഇതിൻ്റെ മേലെ തന്നെ. അപ്പോൾ അങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് കാലമായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. താഴെ വന്ന് പോകാറുണ്ട്. മേലേക്കൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഷോപ്പിങ്ങൊക്കെ വലിയ കുറവല്ലേ. അല്ലതാ മേലെ വന്നു. അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷം വന്നുകൊണ്ട് ആകെ അന്തം വിട്ടിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ കുറച്ചൊക്കെ ഒന്ന് നേരാക്കിയിരിക്കണം അവർ. ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പോൾ. അതിനതാ വാൾപേപ്പർ കിട്ടുന്നു. പക്ഷേ ഇത് ബ്ലാക്കും വൈറ്റാണ്. ഇത് ഞങ്ങൾ അടുക്കളയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അസ്മിയെ വാ.
അപ്പോൾ എനിക്കൊരു ക്രീം കളർ പോലത്തെ കിട്ടിയപ്പോൾ ഞാൻ അത് വാങ്ങി. ബ്ലാക്കൊന്നും ചുമരുമ്മ ഒട്ടിച്ചാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതാ വാങ്ങിക്കാണ്ട് വന്നു. അപ്പോക്കിന് ഇപ്പോൾ ടേബിളിനുള്ള ഷീറ്റൊക്കെ റെഡിയാക്കി സെറ്റാക്കി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അസ്മി അതിൻ്റെ ഇടയിൽ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞാൽ കരയണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങി കൊടുത്തില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ അതാ കുറ്റിപ്പുറം സ്റ്റോർ എന്ന് പറഞ്ഞ കടയിൽ പോയി. ഇവിടുന്ന് ഇപ്പാക്ക് എന്തൊക്കെ എന്താ പറയുക എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞാൽ എന്താ പഞ്ചസാര അങ്ങനെ ചായപ്പൊടി അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് അങ്ങനത്തെ പിന്നെന്താ കടല അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങാനൊക്കെ അത് വേണ്ടി പോയി. അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അസ്മിക്ക് പാനിപൂരി വാങ്ങണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പാനിപൂരി വാങ്ങിക്കൊടുത്ത് മിഠായി വാങ്ങിക്കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടാണ്. മാനത്തതാ അമ്പിളിമാമ അങ്ങനെ ഉദിച്ചിരുന്ന. അപ്പോൾ വീഡിയോ അത്രക്കുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.